ഒരു വീഡിയോയും. അതായത് ഇവർ തമ്മിൽ ഒരു പരിചയമില്ലാത്ത സ്ഥലത്താണ് നിൽക്കുന്നതെന്നാണ് ഈ യുവതി പറയുന്നത്. അതായത് ഒരാൾ കോഴിക്കോടാണെങ്കിൽ ഒരാൾ ആൻഡമാൻ ആൻഡ് നിക്കോബാർ, ഒരാൾ അഫ്ഗാനിസ്ഥാനാണെങ്കിൽ ഒരാൾ ആഫ്രിക്ക. അത്രയും ദൂരത്തിലാണ് ഇവർ നിൽക്കുന്നതെന്നാണ് സഫ പറയുന്നത്. അവർക്കറിയത്തില്ല സ്ഥലം എവിടെയാണെന്ന്, അവർക്കറിയത്തില്ല. ഉറപ്പാണല്ലോ അല്ലേ സഫ? ബാക്കി കേൾക്കാന്ന്. ആ വീഡിയോ നിങ്ങൾ നോക്കിയോ? ഓക്കെ, ആ വീഡിയോ ഞാനിവിടെ കൊടുക്കാം. ഇവരുടെ രണ്ടിൻ്റെയും വീഡിയോ. ഇവർ രണ്ടുപേരും രണ്ട് സ്ഥലത്താണ് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. ആ വീഡിയോ ഞാനിവിടെ കൊടുക്കാം. ഒരാളൊരു നീല ഗ്രില്ലിൻ്റെ അവിടെയും ഒരാളൊരു ലബോറട്ടറി പോലത്തെ ഒരു സ്ഥലത്തും അവളുടെ അങ്ങോട്ട് കയറി പോകുന്നു, അവളുടെ ഫ്ലാറ്റിലോട്ട് കയറി പോകുന്നു, അവളുടെ ഊബറിൽ. ഓക്കെ, അവളുടെ ഊബറിൽ. അപ്പം ഈ ഊബർ ആരാണ് ഓടിച്ചത്? ഊബർ ഡ്രൈവർ ആയിരിക്കുമല്ലോ. കാരണം എന്തിനും ഊബർ ഡ്രൈവറിൻ്റെ തലയിലോട്ട് ഇടുന്നുണ്ടല്ലോ. വണ്ടി ഓടിക്കാൻ ഇവൾ അറിയുന്നില്ല എന്ന് ഇവൾ തന്നെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പം എവിടെ പോകുന്നതിലും ഊണിലും ഉറക്കത്തിലും ഊബർ ഡ്രൈവർ ഉണ്ട്. ഊബർ ഡ്രൈവറാണ് ഇവളെ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഊബർ എന്തിനാണ് എടുത്തത്? ഊബർ ഓടിക്കാൻ ആൾക്ക് കൊടുക്കാനാണെന്നാണ് പറഞ്ഞത്. ലൈക്ക്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല. കാരണം ഞാൻ അത്രയും ദേഷ്യം കൊണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു ഊബർ എടുത്തു, എന്നിട്ട് ഞാനത് റെൻറ്റിന് കൊടുക്കുകയാണെങ്കിൽ ഞാനല്ല ഊബറിൽ കറങ്ങി നടക്കുന്നത്, ഞാനായിരിക്കുമല്ലോ അതിൽ നടക്കുന്നത്. ഊബർ കൊടുത്ത ആൾ ഊബറിൻ്റെ പണി എടുത്തിട്ട് അവർക്ക് മാസം അവസാനം ഇന്ന പൈസ എനിക്ക് തരും. അല്ലാണ്ട് ഞാൻ ആ ഊബറിൽ കയറി നടക്കില്ല. എൻ്റെ വീട്ടിലോട്ട് ഊബർ ഡ്രൈവർ വരത്തില്ല. എനിക്ക് വേണ്ട സഹായങ്ങളും ഊബർ ഡ്രൈവർ ചെയ്തില്ല. അതിന് വേലക്കാരൻ, അല്ലെങ്കിൽ വേലക്കാരി, അല്ലെങ്കിൽ കെയർ ടേക്കർ എന്നൊക്കെ നമ്മൾ പറയും. അല്ലാണ്ട് ഊബർ ഡ്രൈവർ എന്ന് നിങ്ങൾ പറയരുത്. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നടത്താൻ ഒരു ആളെ നിങ്ങളെ ഏർപ്പെടുത്തി എന്ന് പറയാം. അല്ലാണ്ട് എല്ലാ ഊബർ ഡ്രൈവറിൻ്റെ തലയിലോട്ട് ഇടല്ലേ സഫ. അത് അത്ര നല്ലതല്ല സഫ. അപ്പോൾ ഒരാൾ ഗ്രില്ലിൻ്റെ അവിടെയും ഒരാൾ ലബോറട്ടറിയുടെ അവിടെയും. ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. വെയിറ്റ്. വീഡിയോനകത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം, ഞാൻ മുകളിൽ ഒറ്റക്ക് ബാഗ് എടുത്ത് പോകുന്നു. അടിയിലല്ലായിരുന്നു ഏതോ ഒരു കടയുടെ എന്തിന്റെ ഒരു ഗ്രില്ലിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഒറ്റക്ക് നിൽക്കുന്ന ഒരു വീഡിയോ. രണ്ടും ഒരു കൊളാശ് പോലെയാണ് ഇട്ടിട്ടുള്ളത്. ഗ്രില്ല് എവിടെയാണെന്ന് നിനക്ക് അറിയില്ലേടി? എന്താ മോളെ ഞാൻ എന്നെ വിളിക്കുക? ഈ റമളാൻ മാസത്തിൽ ഞാൻ എന്താടി എന്നെ വിളിക്കുക? ഇത്രയും വൃത്തിയായിട്ട് ഒരു പെണ്ണ്, എൻ്റെ റബ്ബെ, റമളാനിൽ എനിക്കിങ്ങനെ നാവെടുത്ത ഇങ്ങനെ കള്ളം പറയരുത് മനുഷ്യരായ. ഇമാതിരി വിളിച്ചു കൂവരുത്. ഞാൻ ആ സ്ഥലം നിങ്ങൾക്ക് കാണിച്ചത്, നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടോ? ഇതെൻ്റെ ഫ്രണ്ട് എടുത്തു തന്ന വീഡിയോ ആണ്. ഈ സ്ഥലം ഞാൻ ആലുവയിൽ പോയി ഞാൻ പൊക്കി. ഇതാണ് ആ ഗ്രില്ല്, നിങ്ങൾ കാണുന്നുണ്ടോ? ഈ ഗ്രില്ലുള്ള സ്ഥലമാണ് കാണുന്നത്. ഇവിടെയാണ് ലല്ലു നിന്നത്. ലല്ലു ഇവിടെ നിന്നിട്ട് ഇനി ലബോറട്ടറിയിലോട്ടുള്ള ദൂരം നമുക്ക് കാണാം. ഇവളുടെ വീടിൻ്റെ അങ്ങോട്ടുള്ള ദൂരം കാണാം. ഇവനെ ഇവിടെ ഒളിച്ചു നിർത്തിയിട്ട് നീ ലബോറട്ടറിയിൽ നിന്റെ ഡ്രൈവറായിട്ട് ചെന്നിറങ്ങി. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഈ വണ്ടിയിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഈ കാണുന്നതാണ് ഇവള് നിന്ന സ്ഥലം. അപ്പോൾ എന്തിനു നീ മോളെ ലല്ലുവിനെ അവിടെ നിർത്തി? അവനെ അവിടെ നിർത്തിയിട്ട് നിങ്ങൾ ലബോറട്ടറിയിലോട്ട് നീയും നിന്റെ ഡ്രൈവറും മാത്രം ഒറ്റയ്ക്ക് വന്ന് അവനെ അവിടെ ഒളിപ്പിച്ച് നിർത്തി? നിനക്ക് ആ സ്ഥലം അറിയില്ലെന്നല്ല നീ പറയുന്നത്? കൊളാഷ് ഇട്ട് നിങ്ങൾക്ക് ഒരു ബന്ധമില്ല. കോഴിക്കോട് കൊയിലാണ്ടി പോലെ വേറെ ഏതോ സെറ്റപ്പിൽ നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത്. ഇത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ. അതായത് ഇത്രയും പറയാൻ പറ്റുമോ? ഇത്രയും പോലും പറയാൻ പറ്റത്തില്ല. അത്രയും ദൂരം പോലും ഇല്ല. ആ ദൂരത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഞാൻ നിന്നെങ്കിൽ എന്താ എനിക്ക് സംഭവിക്കാന്ന് എനിക്ക് പറയാൻ പറ്റും. എനിക്ക് നല്ല ഭയമുണ്ട് ഒരുമിച്ച് ജീവിതം. ഉളുപ്പില്ലാത്തവള്. കല്യാണം കഴിച്ച ഭർത്താവ് മുന്നേ ഭാര്യനെ കൊന്നെന്നൊക്കെ ഇത്രയും ന്യൂസ്, ഇത്രയും കാര്യങ്ങളെല്ലാം വന്നിട്ട് ഇവൾ അവൻ്റെ കൂടെ പോയിട്ട് എന്നിട്ട് മുന്നത്തെ ഇന്റർവ്യൂവിൽ അവനിരുന്ന് കരയുക. അപ്പൊ ഇവളിതോ കൈ പിടിച്ചിട്ട് കരയിലേക്ക. എൻ്റെ പൊന്ന്, എന്തൊരു അഭിനയം! നിനക്ക് നാണുണ്ടോടി? നീ റിഫാനെ പറ്റി എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. അവളുടെ ഡ്രസ്സ് ഇടാൻ വെറുപ്പാണ്, മരിച്ച ഒരാളോട് അവൾക്ക് ദേഷ്യം വരികയാണ്, കമന്റിൽ നിങ്ങളിങ്ങനെ പറയുന്നുണ്ട്. ഇത്രയും നീ അവളെ പറഞ്ഞിട്ട് ഇപ്പം നീ വന്നിരുന്ന് ഈ സെൻറ്റി അടിച്ചിട്ട് എന്താ കാര്യം? നീ അനുഭവിക്കുന്നത് മൊത്തം അതിനാന്ന് ഞാൻ പറയത്തുള്ളൂ. നിനക്ക് ഈ വരുന്ന ഇത്രയും പ്രശ്നങ്ങൾ, നീ മരിച്ച ഒരാളെ പറ്റി നീ ഇത്രയും ഹെയ്റ്റ് കൊടുത്ത് നീ അവളെ പറ്റി ഇത്രയും പറഞ്ഞ് ഒരാൾ പറയുന്നതായിട്ട് നീ ഇത്രയും പ്രശ്നം ഉണ്ടാക്കി, നീ എന്നിട്ട് ആ ആളെ കെട്ടി ഇപ്പം പെട്ടെന്ന് പൊട്ടി മുളച്ച് നീ ലല്ലുവിൻ്റെ കൂടെ പോയപ്പോഴത്തേക്കും അവനെ കരിവാരി തേച്ച് ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ നിൽക്കുക. റമളാൻ മാസമായിട്ട് ഞാൻ അതേ പറയുന്നുള്ളൂ. ഒരു സ്റ്റാൻഡിൽ നിൽക്കുക, പല സ്റ്റാൻഡിൽ നിൽക്കാണ്ടിരിക്കുക. എനിക്കറിയില്ല, എന്നോട് അന്ന് പറഞ്ഞ കാര്യം, ഈ സഫ ലല്ലുവിൻ്റെ കൂടെ പോയെന്ന് പറയുന്ന ദിവസമാണ് ഈ സംഭവം എൻ്റെ അടുത്ത് പറയുന്നത്. ഇതാണ് ഇവള് ചെറിയ ഇഷ്യൂ എന്ന് പറയുന്നത്. എനിക്കറിയത്തില്ല ഇവരുടെ പേഴ്സണൽ കാര്യം. സഫ, റിഫ, ബെഹ്നാസ് ഇവരുടെ പേഴ്സണൽ കാര്യം എനിക്കറിയത്തില്ല. ഞാൻ ഇതിൽ പറയുന്നത് സഫ എന്നോട് പറഞ്ഞ കള്ളങ്ങളും സഫയുടെ ലല്ലുവിൻ്റെയും കാര്യങ്ങളും ഇതും മാത്രമാണ് ഞാൻ ഇതിൽ പൊളിച്ചെടുക്കുന്നത്. ഇനി അതിലോട്ട് ഞാൻ ചുഴിഞ്ഞിറങ്ങിയാൽ ഞാൻ പിന്നെ അതും പൊളിച്ചെടുക്കി ഞാൻ കയ്യിൽ കൊടുക്കും എന്നുള്ളതാണ് സത്യം. അത്രേ ഉള്ളൂ. വാക്കറിൽ നടക്കുന്ന സമയത്ത് മാനേജർ ഒരു ഫ്രണ്ട് ഫോൺ വിളിച്ചപ്പോ മാനോട് സംസാരം തെറി ടൈപ്പ്.
ഇനിയിപ്പോൾ മെഹനാസ് പറയുന്ന സത്യമെങ്കിൽ നീ അങ്ങനെ മോശമായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം നിനക്കിട്ട് ഒരെണ്ണം പൊട്ടിച്ചിട്ട് അവനെ തെറി വിളിക്കുന്നതിൽ വലിയ തെറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരാൾ തെറ്റ് ചെയ്ത് ഭാര്യ വേറെ ഒരുത്തൻ്റെ കൂടെ സംസാരിച്ചാൽ, മോശമായിട്ട് സംസാരിച്ചാൽ അങ്ങനെ ഉണ്ടാവും. കാരണം ഞാൻ ഇവളുടെ ഒരു വോയിസ് ഇൻസ്റ്റയിൽ കേട്ടായിരുന്നു, മെഹനാസിനെ പോലും ഞാൻ സ്വപ്നം കാണാറില്ല, നിന്നെയാണ് സ്വപ്നം കാണുന്നതെന്ന്. ഇമാതിരി വർത്താനമൊക്കെ കേട്ടിട്ട് ഒരാൾ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ മെഹനാസിനെ ന്യായീകരിക്കുന്നൊന്നുമല്ല, എനിക്ക് മെഹനാസിനെ അറിയത്തുമില്ല, മെഹനാസിൻ്റെ ഭാഗത്ത് തെറ്റ് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയുവാണ്, ഇമാതിരിയൊക്കെ ചെയ്താൽ ആരെങ്കിലും നിൽക്കുമോ? ഞങ്ങൾ പിന്നെ ഒന്നിച്ചതിന് ശേഷം ഞാനും കൂടി വന്ന് വീഡിയോക്ക് മുന്നിൽ വന്നിട്ടാ നോണ പറഞ്ഞത് നമ്മ തമ്മിൽ ഒരു പ്രശ്നമില്ലാന്ന്. അവൻ പറഞ്ഞിട്ട് വന്നതാണോ? അപ്പൊ നീ തന്നെ പറയുന്നുണ്ട് നീ മീഡിയയ്ക്ക് മുന്നിൽ നുണ പറയുന്നുണ്ട്. അപ്പൊ നീ ഇപ്പൊ പറയുന്ന നുണ ആയിക്കൂടെ? ഈ പറയുന്ന മൊത്തം നിന്നെ നുണയാണല്ലോ. കുറച്ച് കഴിയുമ്പോൾ നീ ഒന്ന് പറയും, ലല്ലു വന്ന് എന്നെ കൊണ്ട് പറയിപ്പിച്ചാണ്, എനിക്ക് ലല്ലുവിൻ്റെ ഒന്നിച്ച് ജീവിക്കണമായിരുന്നു, ലല്ലുവിന് ഒരു പ്രശ്നം വരാണ്ടിരിക്കാൻ വേണ്ടി അവൻ നല്ലൊരു വ്യക്തിയാണ്, അതുകൊണ്ട് ഞാൻ അവനെ സേവ് ചെയ്ത് എനിക്ക് ലല്ലൂമ്പിൻ്റെ കൂടെ പോകണം. അപ്പോൾ നമുക്ക് സഫൂമ്പിയും ലല്ലൂമ്പിയും കഥകളിലോട്ട് നമുക്ക് പിന്നീട് കിടക്കാം. അത് പിന്നീട് നമുക്ക് പോവാട്ടുണ്ട്. ഫസ്മിനാന്റെ എക്സ് ഹസ്ബൻഡാണ് ഈ ലല്ലു. അതാണ് ഫസ്മിനാക്ക് ഇത്ര ഇത്. അവര് പിരിഞ്ഞു എന്നാണ് അറിയണത്, എനിക്കറിയില്ല എന്നോ എക്സ് പാർട്ട്ണർ. അപ്പൊ അതുകൊണ്ടാണ് അവൾക്ക് ഇപ്പൊ ഇത്ര ഇത് അയച്ചു കൊടുത്തപ്പോ തന്നെ അവൾക്ക് ദേഷ്യം എന്താ സംഭവം എനിക്കറിയില്ല. അവനെ മീഡിയക്ക് മുന്നിൽ നാണം കെടുത്താനാണോ ഇത് നമുക്കറിയില്ല. അവനെ മീഡിയയ്ക്ക് മുന്നിൽ നാണം കെടുത്താനാ? ഇത്രയും പെമ്പിള്ളേരെ പറ്റിച്ച്, ഇത്രയും സെക്ഷുവലി ചാറ്റ് ചെയ്ത്, ഇത്രയും പേരെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ്, ഇത്രയും പേരുടെ നിന്ന് ഗോൾഡ് വാങ്ങി പറ്റിച്ച്, അബുദാബിയിൽ നിന്ന് കെട്ടിയെടുത്ത് ഇവിടെ വന്ന് ഇവിടെ ഉള്ള ആൾക്കാരെ പറ്റിച്ച്, അബുദാബിയിലെ ആൾക്കാർക്ക് പൈസ കൊടുക്കാണ്ട് ഇത്രയും ആൾക്കാരെ പറ്റിച്ച ഒരു യുവാവിനെ ഞാൻ എക്സ്പോസ് ചെയ്തത് തെറ്റാന്നാണ് നീ പറയുന്നത്? നീ ലല്ലു രക്ഷപ്പെട്ടെന്ന് ഒരു വീഡിയോ ഇട്ടാ, സ്റ്റോറി ഇട്ടായിരുന്നല്ലോ. നീ ഇപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിനക്കുണ്ടല്ലോ, നീ ഇപ്പോൾ റിഫേനെ പറഞ്ഞതിന് നിനക്ക് കർമ്മം കിട്ടിയ പോലെ നീ ഇപ്പോൾ ലല്ലുവിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു നാള് അവൻ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയി നിനക്ക് കരഞ്ഞിട്ട് ഒരാളോട് പറയാൻ പറ്റാത്ത അവസ്ഥ വരും. കാരണം നീ ഇത് സമ്മതിച്ചെടുത്തില്ലല്ലോ നിൻ്റെ കൂടെ ലല്ലു ഉണ്ടെന്ന്. നിന്നെ ആരും അന്നേരം നിൻ്റെ വാക്ക് കേൾക്കാൻ ഒരു പട്ടിയും കാണത്തില്ല. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം, മനസ്സിലായോ? നീ ഇപ്പൊ അനുഭവിക്കുന്നതിന്, നീ ഇപ്പൊ ചെയ്യുന്നതിന് നീ അപ്പോഴായിരിക്കും അനുഭവിക്കുക. അവരുടെ വീഡിയോയിൽ എന്താ പറയാനുള്ളത്? അത് കുറെ വൈറൽ. അവരുടെ ഇപ്പത്തെ വീഡിയോ ഇട്ടത് ഞാൻ ഫസ്മിനായിട്ട് മുന്നേ കമ്പനി ഉണ്ടായിരുന്നു. കാരണം അവളുടെ കുറച്ച് സാഡ് വീഡിയോസ് അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഓക്കെ ആയിട്ടുള്ള വീഡിയോസ് ഇട്, സാഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടരുത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചാറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവൾ എന്നെ കൊണ്ട് മിസിരിയ എന്ന് പറഞ്ഞ ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ, ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് മെസ്സേജ് അയക്ക്, ഞാൻ ഇന്നതുപോലെ പറഞ്ഞുതരാം, നീ അതുപോലെയൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പറയിപ്പിച്ചതായിരുന്നു ഫസ്മിന. ആ ഒരു ചാറ്റൊക്കെയാണ് ഇപ്പൊ എടുത്ത് വീഡിയോ ചെയ്തേക്കുന്നത്, പഴയ കാര്യങ്ങളും. ഞാൻ ചാറ്റ് ചെയ്യിപ്പിച്ചെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട യൂട്യൂബ് വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇവള് ID വാങ്ങിച്ച് ഇവള് അങ്ങോട്ട് കയറി മെസ്സേജാണ്. ഞാൻ ആരെ കൊണ്ടും ചാറ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല. ആൻഡ് ഞാൻ സാഡ് വീഡിയോസ് ഇടുന്ന പരിപാടി ലല്ലു വന്നു കഴിഞ്ഞ് നിർത്തിയ കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ സാഡ് വീഡിയോസിന് നീ റിയാക്ട് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അവൾ ഇപ്പൊ ചെയ്തേക്കണ അതിനൊന്നും ഞാൻ കേസ് കൊടുക്കുന്നില്ല. അവളിപ്പോ ചെയ്തെന്താ വെച്ചാൽ എന്റെ പഴയ ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഉള്ള ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ട് ഇത് ഇടട്ടെ ഭീഷണി. ഇത് ഞാൻ നിന്നെ ഇടും, നിന്നെ ഞാൻ നാണം കെടുത്തും, നിന്റെ കുറെ കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ അവളെ പറ്റി ഒരുപാട് പേര് എന്റെ അടുത്തും വന്ന് കുറെ പറഞ്ഞിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാരും കണ്ടതായിരിക്കുമല്ലോ മുന്നേ. പക്ഷെ അതിൽ കൂടുതൽ എനിക്ക് വന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ഞാൻ ഇതിനൊന്നും എതിർക്കാൻ നിൽക്കാത്തത്, കേസ് കെടുത്തേക്കണോണ്ട് നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. ഇവരുടെ വീഡിയോ ആണെങ്കിൽ പോലും നമുക്ക് കമന്റ് ഇടുന്നതിന് ലിമിറ്റ് ഉണ്ട്.